ഇപ്പൊ ശരിയില്ലേ? ഇപ്പൊ ശരിയില്ലേ? ഞാനില്ലേ മുന്നേ പറഞ്ഞിട്ടുണ്ട് മെഹന്തി ഇടാൻ ഇട്ട് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണുള്ളത്. നിങ്ങൾ ശരിക്കും വലിയ പ്രോ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെയൊന്നല്ല, അറിയുമ്പോൾ എങ്ങനെയൊക്കെ കുത്തി വന്ന് കൊടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോരൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പം അതിനൊക്കെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള 2-3 കുട്ടികളെ വന്ന കുട്ടികളൊന്നും ഇട്ട് തോന്നുന്നു, ഒരു കുട്ടികളിൽ ബാക്കിയുണ്ട് നമ്മൾ വലിയ ചേച്ചിമാരാണ്. അപ്പോൾ അവർ വന്നാണ് ഒക്കെ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട്. സംഭവം ബിഗ് ബി കൊണ്ടാണ് വന്നത്. ഞാനാണ് ബിഗ് ബി ഉപയോഗിക്കലും ഇല്ല, അതുകൊണ്ട് ആർക്കും അങ്ങനെ ഇട്ട് കൊടുക്കലും ഇല്ല. പക്കയിലുള്ളവർക്ക് ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ് ഇപ്പോൾ ബിഗ് ബി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിവർത്തില്ലാണ്ടായാലും നമ്മൾ എന്താക്കി ബിഗ് ബി തന്നെ ഉപയോഗിച്ചിട്ട് അങ്ങനെ അറിയുമ്പോൾ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്നെക്കാളും നന്നായിട്ട് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് ഇടാന്നറിയില്ല, പക്ഷെ എൻ്റെ അനിയത്തിക്ക് ഓൾ അത്യാവശ്യം നല്ലതൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഓൾക്ക് 4 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 9-10 മണി ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പുറൻ്റെ താഴെ തന്നെ 2 ഷോപ്പുണ്ട്, കഫ്റ്റിയും പിന്നെ ടീ ബേത്തിനായിട്ടുള്ള. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആയ 2 ഷോപ്പാണ് നമ്മളെ പുറൻ്റെ അടുത്ത് തന്നെ കേട്ടത്. ഇതെന്തോന്നുകൂടി ഞാൻ പറഞ്ഞിട്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ചായൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനോ, അവൾക്ക് വാങ്ങി തന്നാ പറ്റുന്ന പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങ് ആയിക്കോട്ടെ. അവളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ആദ്യം പോയ ടി ബി എത്തിലേക്കാണ്, പക്ഷേ അവിടുത്തെ ഷവർമ തീർന്നു പോയി. അങ്ങനെ നേരെ ഇപ്പം കടന്നിട്ടുണ്ട്, കഫ്റ്റി പോയിട്ടുണ്ട്. കഫ്റ്റിയിൽ ഷവർമ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന്, ഇല്ലെങ്കിൽ ഞങ്ങൾ ശേഷിയായിട്ട് വന്നേനെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കിട്ടിക്കിൻ്റെ എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിന് നമ്മൾ മെഹന്തി ഇട്ട് കൊടുത്തോണ്ട് അവർ വാങ്ങി തന്നാന്നല്ല, അപ്പോൾ അതിനൊരു ഡബിൾ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നല്ല ആംബിയൻസ് ആണ്. ഈ ആംബിയൻസിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മെഹന്തിൻ്റെ. അപ്പം ഇന്നത്തെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.